Friends, welcome back to another video. In this video, we will see a dream catcher. കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഐതിഹ്യം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബാഡ് ഡ്രീംസ് പിടിച്ച് എടുക്കുമെന്നാണ് പറയുന്നത്. ബാഡ് ഡ്രീംസ് പിടിച്ചെടുക്കും, അങ്ങനെ ഒരു ഐതിഹ്യമാണ്. അതുപോലെ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ഫ്രെയിം ഞാൻ ഇതിപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു നൂൽക്കമ്പിയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു കാർഡ്ബോർഡ് വെട്ടി എടുത്തിട്ട് നമുക്ക് ഇതൊരു ഫ്രെയിമായിട്ട് യൂസ് ചെയ്യാം. കമ്പി ആകുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് നൂല് ചുറ്റണം. ഇത് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉളൻ ത്രെഡാണ്. നൂല് നമുക്ക് ഇതിപ്പം ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. ദെൻ ഇനി നമുക്കിത് ഫുള്ളും ചുറ്റിയെടുക്കാം. ഇപ്പൊ ഈസി ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് നൂലെടുത്ത് ഞാൻ ഒരു പെന്നിൽ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കൊടുത്തെടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഈ ഒരു സർക്കിളിനെ ഈ ഒരു ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇനി നമുക്ക് ഇതിനകത്ത് ത്രെഡ് ചുറ്റി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ എംബ്രോയിഡറി വർക്കിനൊക്കെ ചെയ്യുന്ന ത്രെഡാണ്. ഞാനിപ്പോൾ ഇത് ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് എടുത്തിട്ട് അതിൽ ഫസ്റ്റ് നമുക്ക് ആ ടൈ ഒന്ന് ചുറ്റാം. നമുക്കിനി അടുത്തതായിട്ട് ഈ ബാക്കിയുള്ള എല്ലാ മാർക്കുകളിലും നമുക്ക് ഈ നൂല് ചുറ്റിയെടുക്കാം. നമ്മളിപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് ഇനി സെക്കൻഡ് റൗണ്ട് വരുമ്പം ഇത് അടുത്തതായിട്ട് ഈ അടുത്ത ലൈനിൻ്റെ സെൻട്രൽ കൂടെ എടുക്കുക. സെൻട്രൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുക. അങ്ങനെ ഒരു റൗണ്ട് കൂടെ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഈ ഫുള്ളും ഇതുപോലെ ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരു നൂല് അടുത്ത നൂലിൽ സെൻറ്ററിൽ കൂടെ എടുത്തിട്ട് അതിങ്ങനെ ഉള്ളിൽ കൂടെ കറക്കിയെടുക്കുക. അങ്ങനെ ലോക്ക് ചെയ്ത് ആ നൂല് നമ്മൾ ആ സെൻറ്റർ പാർട്ടിൽ നമ്മൾ ഇടുമ്പോൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത രീതിയിൽ ചുറ്റിയെടുക്കുക. ലോക്ക് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഈ നൂലിങ്ങനെ കുരുങ്ങാതിരിക്കണമെങ്കിൽ നമുക്കിതിപ്പോൾ എന്തിലെങ്കിലും നമുക്ക് ചുറ്റിയെടുത്താൽ നമ്മൾ ആദ്യം പെൻസിലൊക്കെ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനിടയ്ക്ക് ഇപ്പം ഓരോ ലൈനിൻ്റെ ഇടയ്ക്കും ഓരോ നൂലിങ്ങനെ കൊരുത്തെടുക്കുന്നതിന് ഇടയ്ക്ക് നമുക്ക് ബീഡ്സ് വെച്ചിട്ട് നമുക്ക് അതിനും ലോക്ക് ഇങ്ങനെ എടുക്കുമെങ്കിൽ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരും. ഈ ഓരോ നൂലിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിലും നമ്മുടേതായ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 2 കളർ നൂല് ഉപയോഗിച്ചിട്ടായാലും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് നൂല് ഉപയോഗിച്ചിട്ട് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക്
അതിനകത്ത് കളർ ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മളിപ്പോൾ ലാസ്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഫെദേഴ്സ് വെച്ചിട്ട് ബാക്കി ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടെ നല്ലതായിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ചെറിയ ഒരു 2-3 റിങ്ങും കൂടെ ചെയ്തെടുത്തതിന് ശേഷം അതും കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ വലിയ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം, ഇതെങ്ങനെയാണ് ഈ നെറ്റ് ഇത് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നു. ഇതിന് നടുക്ക് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മുത്ത് കൊടുത്ത് വെക്കാം. സെൻറ്റർ പാർട്ട് ഇനി നമുക്ക് ആ മുത്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പം ഞാൻ ലാസ്റ്റായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇതിപ്പം ഇതിന് ഫെദേഴ്സിന് പകരം ഇതിന് കുറച്ച് റിബൺ വെച്ച് ഇങ്ങനെ ഒരു ഇതായിട്ട് ചെയ്തെടുത്തു. പിന്നെ ഇതിനകത്ത് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചാൽ ഇതിപ്പം ഞാൻ ഫെദേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബോൾ വെച്ചിട്ട് ഒരു ബോളല്ല, ഇതിപ്പോൾ ഉളൻ ത്രെഡ് വെച്ചിട്ട് ഒരു ബോൾ ഇണങ്ങി ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.